ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കുറച്ച് സിവിലൈസേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? റിവർ വാലീസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിവിലൈസേഷൻ ഉടലെടുത്തിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ്. എന്താണ്? ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. നിങ്ങൾ പുസ്തകം എടുത്തോ? ഓക്കെ, പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. The Mesopotamian civilization flourished in the valleys between the Euphrates and Tigris rivers. Mesopotamian civilization ഫ്ലറിഷ് ചെയ്തത് രണ്ട് നദികൾക്കിടയിലാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നദീതീരത്ത് രൂപം കൊണ്ട സിവിലൈസേഷനുകളെക്കുറിച്ചാണ്. ബ്രോൺസ് ഏജ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നദീതീരങ്ങളിൽ ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിൽ ചിലതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. രണ്ട് നദികൾക്കിടയിലാണ് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉടലെടുത്തത്. ഏതൊക്കെ നദികളായിരുന്നു അത്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. മറന്നു പോവോ? യൂഫ്രട്ടീസ് ആൻഡ് ദ ടൈഗ്രീസ്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ മീനിങ് തന്നെ ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ്. ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് മെസപ്പൊട്ടോമിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രണ്ട് നദികൾ ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് ആണ്. ഇന്ന് ഈ മെസപ്പൊട്ടോമിയ ഏത് രാജ്യത്താണ്? നിങ്ങൾക്കറിയാമോ ഏത് രാജ്യത്താണെന്ന്? ഇറാഖിലാണ്. എവിടെയാണ്? ഇറാഖിലാണ്. മെസപ്പൊട്ടോമിയയിൽ ഉള്ള ലിപിയാണ് മെസപ്പൊട്ടോമിയയിൽ ഉപയോഗിക്കുന്ന ലിപിയാണ് ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ്. ക്യൂണിഫോം എന്ന പേരുള്ള ലിപികളാണ് ഉപയോഗിക്കുന്നത്. ദ സിഗറത്സ് ആർ ദ മേജർ റിമൈൻസ് ഓഫ് ദിസ് ഗ്രേറ്റ് സിവിലൈസേഷൻ. സിഗറത്സ് ഓർ സിഗുറാത്ത്. സിഗുറാത്സ് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. എന്താണ് സിഗുറത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പിൾ കോംപ്ലക്സസ് ആണ്. കുറേ അമ്പലങ്ങളുടെ സമുച്ചയമാണ്. അതാണ് ഇന്ന് അവശേഷിക്കുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇന്ന് അവശേഷിച്ചിരിക്കുന്ന ഒരു പാട്ടാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ. ഏത്? സിഗുറത്തുകൾ. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓൾഡസ്റ്റ് ലിപിയാണ്, വളരെ പഴക്കം ചെന്ന ഒരു ലിപിയാണ്. സുമേറുകളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. സുമേറുകൾ റീജിയണിൽപ്പെട്ടവരാണ്. റീജിയൺ ഓഫ് സുമേർ, അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ദ സ്ക്രിപ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. മണ്ണ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിക്ടോഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ്. കളിമണ്ണ് കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഷേപ്പിലുള്ള പിക്ചറൈസേഷനാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം എന്താണ്? സിഗുറത്തുകൾ അല്ലേ? സിഗുറത്സ്. എന്താണ് സിഗുറത്ത് എന്ന് പറഞ്ഞാൽ? ടെമ്പിൾ കോംപ്ലക്സസ് ആണ്, അമ്പലങ്ങളുടെ സമുച്ചയമാണ്. The wall of the ziggurats were built of burnt bricks.
അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചുടുകട്ടകൾ കൊണ്ടാണ്. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് അറൌണ്ട് 25 cigarettes were built in this area. ഏകദേശം 25 സിഗരറ്റുകൾ ഈ ഏരിയയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകത എന്താണ്? ബേൺ ബ്രിക്സ് കൊണ്ടാണ്, ചുടുകട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉർ നഗരത്തിലെ സിഗരറ്റുകൾ ഇന്നും, ഉർ സിറ്റിയിലെ സിഗരറ്റുകൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്താണെന്ന് മനസ്സിലായോ? 2 നദികൾക്കിടയിലാണ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. പിന്നെയോ ക്യൂണിഫോം ലിപികളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ശേഷിപ്പ് എന്ന് പറയുന്ന സിഗരറ്റുകളാണ്. സിഗരറ്റുകൾ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ കോംപ്ലക്സസ് ആണ്. പിന്നെ യൂണിഫോം ലിപി എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് ആണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സുമേറുകളാണ്. ഒരു പിക്ടോഗ്രാഫിക് പിക്ചർ റെപ്രസെൻറ്റേഷനാണ് യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സിവിലൈസേഷനിലേക്ക് പോകാം. ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ് നെക്സ്റ്റ്. ദ ഈജിപ്ഷ്യൻ civilization flourished in the valley of the river Nile. നൈൽ നദീതീരവുമായി ബന്ധപ്പെട്ടാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ രൂപം കൊണ്ടിരിക്കുന്നത്. ഈജിപ്ത് എന്ന് പറയുന്നത് നൈലിൻ്റെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്. നൈലിൻ്റെ ദാനം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ഈജിപ്ത് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നൈലിൻ്റെ ദാനം, നൈലിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈജിപ്താണ്. മെസപ്പൊട്ടോമിയയിൽ ക്യൂണിഫോം സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് വന്നപ്പോൾ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. The world famous pyramids are the most remarkable remains of the civilization. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ സിഗരറ്റുകളാണ് അവശേഷിച്ചിട്ടുള്ളത് എങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ അതിൻ്റെ തെളിവുകളായിട്ട് ഇന്നും നിലനിൽക്കപ്പെടുന്നത് എന്താണ്? പിരമിഡുകളാണ്. പിരമിഡുകൾ. ഇനി ഹൈറോഗ്ലിഫിക്സ് ലിപികൾ എന്താണെന്ന് നോക്കാം. ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്നതാണ്. ആദ്യകാലത്ത് ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്നതാണ്. സിമ്പലിൻ്റെയും ലെറ്ററിൻ്റെയും ഒരു കോമ്പിനേഷനാണിത്. മറ്റേത് പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമായിരുന്നു ക്യൂണിഫോം ലിപി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പൽസ് മാത്രമല്ല, വിത്ത് ലെറ്റേഴ്സാണ്. അത് എഴുതിയിരുന്നത് എവിടെയാണ്? പാപ്പറസ് ലീവ്സിൽ, അതുപോലെ മരത്തിലൊക്കെയാണ്, വുഡിലൊക്കെയാണ് ഇത് എഴുതി സൂക്ഷിച്ചിരുന്നത്. ഏത് ലിപി? ഹൈറോഗ്ലിഫിക്സ് ലിപികൾ. പിരമിഡെന്ന് നമ്മൾ പറഞ്ഞല്ലേ. എന്താ പിരമിഡ്? ഒരു വീടിൻ്റെ മേൽക്കൂര പോലെ അവിടെ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ടൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്. പേജിൽ കണ്ടോ? നിങ്ങളുടെ പേജിൽ നിങ്ങൾ കണ്ടോ? പേജിലേക്ക് നോക്കിയേ. പിരമിഡിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. ദ പിരമിഡ്സ് ആർ ദ ടോംസ് ഓഫ് ദ ഫറവോസ്, ദ റൂളേഴ്സ് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിലെ രാജാക്കന്മാരായിരുന്നു ഫറവോകൾ അല്ലേ. രാജാക്കന്മാർ മീൻസ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറവോ. അപ്പോൾ ദ പിരമിഡ്സ് ആർ ദ ടോംസ് ഓഫ് ദ ഫറവോസ്. ഫറവോമാരുടെ ശവകുടീരങ്ങളായിരുന്നു ഈ പിരമിഡുകൾ. ഒരു ബിഗ്ഗസ്റ്റ് പിരമിഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെവിടെയാണ്? ഗിസയിലാണ്. കുഫു ഫറവോ, കുഫുവിലെ ഫറവോ നിർമ്മിച്ചതാണ് ഗിസ ഗോപുരം. ഗിസ പിരമിഡ്, ബിഗ്ഗസ്റ്റ് പിരമിഡ് ഓഫ് ദ വൺ അറ്റ് ഗിസ. ഗിസയിലാണ് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പിരമിഡ് ഉള്ളത്. ആ പിരമിഡ് ബിൽറ്റഡ് ബൈ ദ ഫറവോ ഓഫ് കുഫു. കുഫുവിലെ ഫറവോ നിർമ്മിച്ചതാണ്.
ഇപ്പോൾ പിരമിഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ലിപി എന്ന് പറയുന്ന സിമ്പിൾസ് മാത്രമല്ല, വിത്ത് ലെറ്റേഴ്സാണ്. അത് പാപ്പറസ് ലീവ്സിലും അതുപോലെ വുഡിലുമൊക്കെയാണ് ചെയ്തിരുന്നത്. പിരമിഡ്സ് ആണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത്. നൈൽ നദീതീരത്താണ് ഈ സിവിലൈസേഷൻ രൂപം കൊണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 2 സിവിലൈസേഷനോട് പറയുന്നുണ്ട്, ചെറുതാണ്. ചൈനീസ് സിവിലൈസേഷൻ. ദ ചൈനീസ് സിവിലൈസേഷൻ. The Chinese civilization flourished in the Huanghe River Valley. ഹൊയാങ്കോ അല്ലെങ്കിൽ ഹുവാങ്കോ നദിയുടെ തീരത്താണ്. ഹൊയാങ്കോ നദിയുടെ തീരത്താണ് ഏത് സിവിലൈസേഷൻ രൂപം കൊണ്ടത്? ചൈനീസ് സിവിലൈസേഷൻ രൂപം കൊണ്ടത്. It is remarkable that the Chinese pictographic script formed in the Bronze Age exists even today with some changes. അതായത് ഇന്ന് നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ചൈനീസ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്, ബ്രോൺസ് ഏജ് കാലഘട്ടത്തിലുള്ള ചൈനീസ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് എക്സിസ്റ്റ് ഈവൻ ടുഡേ, ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ദ ചൈനീസ് വെയർ എക്സ്പേർട്സ് ഇൻ മേക്കിംഗ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് എങ്ങനെയുള്ളത്? ബ്രോൺസിൻ്റെ അല്ലേ, അതിൻ്റെ പ്രതിമകൾ നിർമ്മിക്കാനായിട്ട് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്, ചൈനീസ് ബ്രോൺസ് സ്കൾപ്ചേഴ്സിൻ്റെ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ട്. അവരന്ന് ബ്രോൺസ് ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ദ ചൈനീസ് വെയർ എക്സ്പേർട്സ് ഇൻ മേക്കിംഗ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. The Harappan civilization flourished in the valley of the river Indus. ഇൻഡസ് എന്ന് പറഞ്ഞ നദിയാണ്, സിന്ധു നദീതീരത്താണ് ഏത് സിവിലൈസേഷൻ രൂപം കൊണ്ടത്? ഹാരപ്പൻ സിവിലൈസേഷൻ രൂപം കൊണ്ടത്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ രൂപം കൊണ്ടത് ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദീതീരത്താണ്. ദ റിവർ ഇൻഡസ്. ഇൻഡസ് മീൻസ് സിന്ധു നദി. ദ മേജർ സൈറ്റ്സ് ഓഫ് ദി സിവിലൈസേഷൻ ആർ സിറ്റുവേറ്റഡ് ഇൻ ദ പ്രസൻറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ അതിൻ്റെ സൈറ്റുകൾ, മേജർ സൈറ്റ്സ് എവിടെയൊക്കെ ഉണ്ട്? ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ടൗൺ പ്ലാനിംഗ് വാസ് എ striking feature of the Harappan civilization. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു സ്ട്രൈക്കിംഗ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൗൺ പ്ലാനിംഗ് ആണ്. ഇത് ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രാനറീസ്, ട്രേഡ് സെൻറ്റേഴ്സ്, മൾട്ടി സ്റ്റോറേഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ബേൺസ് ബ്രിക്സ്. എന്തൊക്കെയാണ്? ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാലുകളുടെ നിർമ്മാണം, ധാന്യപ്പുരകൾ, ട്രേഡ് സെൻറ്റേഴ്സ്, വാണിജ്യ കേന്ദ്രങ്ങൾ, മൾട്ടി സ്റ്റോറീഡ് ഹൗസസ്, ബഹുനില കെട്ടിടങ്ങൾ, അത് ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ചത്. അസ്റ്റോണിഷ് ഈവൻ ദ മോഡേൺ വേൾഡ്, അതായത് മോഡേൺ വേൾഡിനെ അതിശയിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷനിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ഹാരപ്പൻ പീപ്പിൾ വെയർ ഫെമിലിയർ വിത്ത് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്.
ആർട്ട് ഓഫ് റൈറ്റിങ്ങിൽ വളരെ എഴുത്ത് വിദ്യയിൽ അവർ വളരെയേറെ ഫെമിലിയർ ആയിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷനിലുള്ളവർ അവർ എങ്ങനെയായിരുന്നു എഴുത്തുവിദ്യ അഭ്യസിച്ചിരുന്നു. പ്രധാനപ്പെട്ട 4 സിറ്റീസ് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട സിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സിറ്റികൾ ഏതൊക്കെയാണ്? മോഹൻജദാരോ, ഹാരപ്പ, പിന്നെ കാലിബംഗൻ ആൻഡ് ലോത്തൽ. ഇവയാണ് 4 പ്രധാനപ്പെട്ട സിറ്റീസ് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടത്. പിന്നെ ഒരു ചിത്രം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ദ ഗ്രേറ്റ് ബാത്ത് എന്നും പറഞ്ഞ്. എന്താണ് കാണിച്ചേക്കുന്നത്? ഇത് ഗ്രേറ്റ് ബാത്ത്. The Great Bath is one of the important remains of the Harappan civilization. ഒരു പ്രധാനപ്പെട്ട അവശേഷിപ്പാണ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മോഹൻജദാരോയിലുള്ള ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ സ്നാനഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പേർക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്നാനം ചെയ്യാനുള്ള ഒരു സ്ഥലമായിരുന്നു, കുളിക്കാനുള്ള ഒരു സ്ഥലമാണ് ദ ഗ്രേറ്റ് ബാത്ത്. അത് ഇന്ന് എവിടെയാണ്? മോഹൻജദാരോയിലാണ്. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിമൈൻസ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നും ഏത് വലിയ ക്ലാസ്സിലേക്ക് പോയാലും അതിനെക്കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, എത്ര വലിയ ക്ലാസ്സിലേക്ക് പോയാലും. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രത്യേകത എന്താണ്? സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ സംഭാവനകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മേജർ സിറ്റീസ് ഇന്ന് ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഉള്ളത്. അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ടൗൺ പ്ലാനിങ് വാസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. അതുപോലെ നല്ല അഴുക്കുചാല് സിസ്റ്റം, ഡ്രെയിനേജ്, ഓടകളൊക്കെ അവരുടെ സംഭാവനകളാണ്. ഗ്രാനറീസ്, ധാന്യപ്പുരകൾ, ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചു, വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ ബഹുനില കെട്ടിടങ്ങൾ ചുമ്മാതെ ഉണ്ടാക്കിയവയല്ല, പിന്നെയോ ചുടുകട്ടകൾ കൊണ്ടുണ്ടാക്കി. അത്രമാത്രം ഒരുപാട് കാര്യങ്ങൾക്ക് വഴി തെളിച്ചവരാണ് ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഇപ്പോൾ 4 സിവിലൈസേഷനായിരുന്നു: മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ആക്ടിവിറ്റി ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ്, utensils and weapons made up of stone, copper and bronze that can be found in your house and premises. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണപ്പെടുന്ന വസ്തുക്കളെ 4ആയിട്ട് തരം തിരിച്ചെഴുതണം. കല്ലുകൊണ്ടുണ്ടാക്കിയവ, ചെമ്പ് കൊണ്ടുണ്ടാക്കിയവ, ബ്രോൺസ് കൊണ്ട്, ഓട് കൊണ്ടുണ്ടാക്കിയവ, പിന്നെ അത്തരത്തിൽ തരം തിരിച്ചെഴുതാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കൾ. ഉദാഹരണമായിട്ട് കല്ലുകൊണ്ടുണ്ടാക്കിയത് എന്താണെന്ന് കണ്ടാൽ അത് എഴുതണം. കല്ലുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുന്ന ഉപകരണം എന്ന് പറയുന്നത്? ടൂൾസ് ആകാം, ഇംപ്ലിമെൻറ്റ്സ് ആകാം, ഉഡൻസിൽസ് ആകാം, വെപ്പൺസ് ആകാം. കല്ലുകൊണ്ടാണല്ലേ നമ്മൾ ഇടിച്ച് മുളകൊക്കെ ഇടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രം. ഒരു കല്ലുകൊണ്ടുള്ള ചെറിയ ഉരല് കുഴിയുണ്ട് അല്ലേ? അതുപോലെ തന്നെ അരകല്ല്, ബ്രോൺസിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഓട്ടുപാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ തരം തിരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവ ഓരോന്നും ഏതിൻ്റെ കീഴിൽ വരുന്നു എന്ന് തരം തിരിച്ചെഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. എന്തായിരുന്നു? സ്റ്റോൺ ടു മെറ്റൽ അല്ലേ? നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ സമ്മറിയിലേക്കൊന്ന് പോകാം. ദ പീരിയഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ടൂൾ നോൺ ആസ് പാലിയോലിത്തിക് ഏജ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു സ്റ്റോൺ ഏജ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക്. അതിൽ റഫായിട്ടുള്ള സ്റ്റോൺസ് യൂസ് ചെയ്ത കാലഘട്ടം പാലിയോലിത്തിക്. പോളിഷ്ഡ് സ്റ്റോൺസ് ആർ യൂസ്ഡ് as tools known as നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കൃഷി, അഗ്രികൾച്ചർ, കന്നുകാലികളെ വളർത്തുക, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, വീട് വെച്ച് താമസിക്കുന്നു. അതൊക്കെ നിയോലിത്തിക് ഏജിൻ്റെ സംഭാവനയാണ്. പിന്നെ നമ്മൾ ബ്രോൺസ് ഏജ് കാലഘട്ടത്തിലുണ്ടായ സിവിലൈസേഷൻ, റിവർ വാലി സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞു. മേജറായിട്ടുള്ള സിവിലൈസേഷന് ഏതൊക്കെയായിരുന്നു? ബ്രോൺസ് ഏജ്. അത് ഏതൊക്കെ ചേരുന്നതായിരുന്നു? ബ്രോൺസ് ഏജിലുണ്ടായ സിവിലൈസേഷൻ എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് ആൻഡ് ഹാരപ്പൻ. തീർച്ചയായിട്ടും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ആർക്ക് വേണമെങ്കിലും ഇത് കേട്ടാൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് പറഞ്ഞു തരാനും എഴുതിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരു മടിയും വിചാരിക്കാതെ എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും പഠിക്കണം അല്ലേ? അത് വളരെ നേരത്തെ തന്നെ ആവുക. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. തീർച്ചയായിട്ടും അടുത്ത ചാപ്റ്ററുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.